ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. ലാസ്റ്റ് 2 മാച്ചും കൂടി ഉണ്ടായി, ഫുൾഹാം പാലസും യുണൈറ്റഡിൻ്റെ മാച്ചും. അതിൽ രണ്ടിൻ്റെയും പ്രഡിക്ഷൻ ക്രോപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള, എന്താണ് പ്രഡിക്ഷൻ എന്നുള്ളത് പിന്നീട് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടായി. ഇനി അങ്ങനെ മിസ്റ്റേക്ക് വരാണ്ട് ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നേരെ ബെറ്റിംഗ് ആപ്പിൽ പോയിട്ട് എന്താണ് അതിൻ്റെ ഓഡ്സും കാര്യങ്ങളും എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രീമിയർ ലീഗിൽ മാച്ചസാണ് കൂടുതലായിട്ടും ബെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൂടാണ്ട് ഇന്ന് ലീഗയിൽ ബാർസലോണയുടെ കളിയുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അസ്റ്റൺ വില്ല ആദ്യം 2-3 തരത്തിലുള്ള സ്ലിപ്പുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു സ്ലിപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ലോങ് ഷോട്ടായിട്ടുള്ള വളരെ ചെറിയ എമൗണ്ട് സ്റ്റേക്ക് ചെയ്തിട്ട് അത്യാവശ്യം വലിയ ഒരു ഓർഡറുള്ള സ്ലിപ്പ്. പിന്നെ ഫിൽട്ടർ ചെയ്ത് അവസാനം മോസ്റ്റ് ഷുവർ ആയിട്ടുള്ള മാച്ചസിൽ വരെ എത്തുന്ന രീതിയിലുള്ള 2-3 സ്ലിപ്പുകൾ പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാച്ച് അസ്റ്റൺ വില്ല ആഴ്സണൽ, ഇതൊരു റിസ്കി സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ അസ്റ്റൺ വില്ല ഡബിൾ ചാൻസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മാച്ചിൽ ചെൽസി ഓർ ഡ്രോ, അതും ഡബിൾ ചാൻസ് ആണ്. മൂന്നാമത്തത് സിറ്റി സ്ട്രൈറ്റ് വിന്നാണ്. പിന്നെ ന്യൂക്കാസിൽ ബേൺലിയിൽ ന്യൂക്കാസിൽ വിൻ. ടോട്ടനം ഹോട്ട്സ്പർ ബ്രെൻറ്റ്ഫോർഡ് മാച്ചിൽ അത് മാച്ച് വിന്നർ പ്രഡിക്ഷൻ ഇല്ല. പക്ഷേ രണ്ട് ടീമിൻ്റെയും ഡിഫൻസ് വീക്ക് ആയതുകൊണ്ടും അറ്റാക്ക് സ്ട്രോങ് ആയതുകൊണ്ടും ഗോൾസിൻ്റെ ടോട്ടൽ 2.5 ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ എവർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, അതൊരു ക്ലോസ് മാച്ചാണ്. എവർട്ടൺ നല്ല ഫോമിലാണുള്ളത്, അവരുടെ ഹോമാണ്. ബട്ട് ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡൈഷ് ചാർജ് എടുത്തതിന് ശേഷം അവർ നല്ല റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ലൈനപ്പ് ഉണ്ട്. അപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു ഡ്രോ എങ്കിലും പിടിക്കുമെന്നുള്ള പ്രഡിക്ഷനിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡബിൾ ചാൻസ് ആണ് കൊടുക്കുന്നത്. ലീഡ്സ് ലിവർപൂളിൽ സ്പാർസ് മാച്ച് പോലെ തന്നെ ടോട്ടൽ 2.5. അത് ടീം രണ്ടും ഡിഫെൻസീവ്ലി ഷേക്കി ആയതുകൊണ്ടും അറ്റാക്ക് സ്ട്രെങ്ത് അറ്റാക്കിലായതുകൊണ്ടുമാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ബ്രൈറ്റൺ വെസ്റ്റ് ഹാമിൽ, ബ്രൈറ്റൻ്റെ ഹോമാണ്, ബ്രൈറ്റൺ സ്ട്രൈറ്റ് വിന്നാണ്. വെസ്റ്റ് ഹാം അധികം ഫോമിലല്ല ഉള്ളത്, നോയ്സ് പോയതിന് ശേഷം. പിന്നെ ഫുൾഹാം പാലസ്, ആ മാച്ച് ഒരു ഡ്രോ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊരു വൈൽഡ് സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രോ കൊടുക്കുകയാണ്. ഈ സ്ലിപ്പിൽ തന്നെ ഏറ്റവും വലിയ ഓടുള്ള മാച്ചും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സ്ലിപ്പ് വെച്ചാൽ പിന്നെ വളരെ റെസ്പോൺസിബിളായിട്ട് സ്റ്റേക്ക് ചെയ്യേണ്ട ഒരു സ്ലിപ്പാണ്. അതായത് ഒരു ലോട്ടറി എടുക്കുന്ന പോലെ ഒരു വൈൽഡ് ഗസ് എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണ് ആ മാച്ചിൻ്റെ അവസ്ഥ. ലാസ്റ്റ് മാച്ച് ചൊവ്വാഴ്ചയാണുള്ളത്. അത് യുണൈറ്റഡും വോൾസുമാണ്. യുണൈറ്റഡ് ജയിക്കേണ്ട മാച്ചാണ്, ബട്ട് സ്റ്റിൽ അത് വോൾസ് ഒരു കംബാക്കിന് ശ്രമിക്കും എന്നുള്ളത് കൊണ്ട്, ഒരു ഫൈറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടും ഞാൻ മാച്ച് സ്കിപ്പ് ചെയ്യാണ് സ്ലിപ്പൊന്ന്. ഓൾറെഡി റിസ്ക് ഉള്ള സ്ലിപ്പാണ്, ബട്ട് എന്തോ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വോൾസ് കാണിക്കുന്നുള്ളത് കൊണ്ട് അവർ ആ മാച്ച് സ്കിപ്പ് ചെയ്യണം. പിന്നുള്ളത് ലീഗയിലുള്ള ബാർസലോണയുടെ മാച്ചാണ്. അതിൻ്റെ ഓഡ്സ് ഇന്നലെ 1.7 ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓഡ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ മാച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്ലിപ്പിൽ. അപ്പോൾ ഇതിൽ എത്ര ഓടുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 10 കളിയാണുള്ളത്. ഇതിൽ 298 ഓഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ റെക്കമെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു 50 to 100. എൻ്റെ ബാങ്ക് റോള് 1000 ആണെങ്കിൽ അതിൻ്റെ ഒരു
5% എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ലിപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. 50 ആയിരിക്കും ഈ സ്ലിപ്പിൽ സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും മാച്ചസ്. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വീഡിയോയുടെ ഇതിൽ കൊടുക്കാം, ഫയലിൽ കൊടുക്കാം ഏതൊക്കെയാണ് മാച്ചസ് എന്നുള്ളത്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബെറ്റ് സ്ലിപ്പ് ഒന്ന് ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ അസ്റ്റൺ വില്ല ആഴ്സണൽ എന്നുള്ളത് സ്കിപ്പ് ചെയ്യേണ്ടി വരും, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ബോൺമൗത്ത് ചെൽസി എന്നുള്ളത് അവിടെ വെക്കുന്നുണ്ട്, ഡബിൾ ചാൻസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ മാൻ സിറ്റി സണ്ടർലാൻഡ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് ബേൺലി കീപ്പ് ചെയ്യുന്നുണ്ട്, സ്പേഴ്സ് ബ്രെൻറ്റ്ഫോർഡ് 2.5 ഓവർ കീപ്പ് ചെയ്യുന്നുണ്ട്, എവർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ, പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡബിൾ ചാൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, ലീഡ്സ് ലിവർപൂളിൽ 2.5 ഓവർ കീപ്പ് ചെയ്യുന്നുണ്ട്, ബ്രൈറ്റൺ വെസ്റ്റ് ഹാം കീപ്പ് ചെയ്യുന്നുണ്ട്, ഫുൾഹാം പാലസ് മാച്ച് അത് കീപ്പ് ചെയ്യുന്നുണ്ട്, റയൽ ബെറ്റിസ് ബാഴ്സലോണയും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും രണ്ടാമത്തെ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇതും സെയിം എമൗണ്ട് ആയിരിക്കും സ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്ലിപ്പിലേക്ക് പോകുമ്പോൾ ഈ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഈ ഇത് ഒഴിവാക്കണം. എന്താണെന്ന് വെച്ചാൽ ഫുൾഹാം പാലസ് ആ മാച്ച് ഒഴിവാക്കുക. പിന്നെ ലിവർപൂൾ ലീഡ്സിൽ 2.5 ഓവർ എന്നുള്ളത് കീപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ സ്പേഴ്സ് ബ്രെൻറ്റ്ഫോർഡിലുള്ള 2.5 ഒഴിവാക്കുന്നുണ്ട്. മേ ബി ഗോയിങ് ഫോർവേഡ് ഈ 2.5 ലിവർപൂളിൻ്റെ മാച്ചും മേ ബി സ്കിപ്പബിളാണ്. ഒരു 3-4 സ്ലിപ്പ് എന്നുള്ള രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3 സ്ലിപ്പാണെങ്കിൽ 2.5 ഓവറുള്ളത് രണ്ടും കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെൽസി ബോൺമൗത്ത് മാച്ച് സ്കിപ്പബിളാണ്. ഈ ഒരു രീതിയിലായിരിക്കും ഫൈനൽ സ്ലിപ്പ് ഉണ്ടാവുക 16 ഓവറിൽ. അപ്പോൾ ഫൈനൽ സ്ലിപ്പല്ല, ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് സ്ലിപ്പ് എന്നുള്ള രീതിയിലാണ്. ഇത് കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ട് ആയിരിക്കും ഫൈനൽ സ്ലിപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും മൂന്നാമത്തെ സ്ലിപ്പ് 16 ഓവറിൽ. ഇതും ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റേക്ക് വരുന്നത്. 50 റുപ്പീസ്, ഇപ്പോൾ 1000 ബാങ്ക് റോളെങ്കിൽ അതിൻ്റെ 5% ആയിരിക്കും. അടുത്തത് ഏറ്റവും സേഫായിട്ടുള്ള സ്ലിപ്പ് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ ലീഡ്സ് ലിവർപൂളും കൂടി ഒഴിവാക്കാം. പിന്നെ ഈ ബാക്കിയുള്ള ഈ മാച്ചസാണ്. ഇതാണ് ഈ വീക്കിലെ ഓൾമോസ്റ്റ് ഷുവർ എന്ന് പറയാൻ പറ്റുന്ന മാച്ചസ്. അപ്പോൾ അതിന് 8.6 ഓവറുണ്ട്. ഇതിന് ഞാൻ എൻ്റെ ബാങ്ക് റോള് 1000 ആണെങ്കിൽ അത് ഒരു 100 ആയിരിക്കും ഞാൻ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഈ ആഴ്ചത്തെ ഇനി 15 ഉള്ള മാച്ചസിൻ്റെ സ്ലിപ്പുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ലിപ്പ് വൈസ് അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. റെസ്പോൺസിബിളായിട്ട് ഗാംബിൾ ചെയ്യുക. അൾട്ടിമേറ്റ്ലി ഇത് ഒരു ലോട്ടറി പോലെയാണ്, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ബെറ്റ് പ്ലേസ് ചെയ്യുന്നത് വരെയുള്ളൂ നമ്മുടെ കൺട്രോളിൽ. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ബാങ്ക് റോൾ മാനേജ് ചെയ്യുക, സേഫായിട്ട് ബെറ്റ് ചെയ്യുക. ഗുഡ് ലക്ക്. താങ്ക് യു.